എൻ്റെ പേര് രജനി. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. 2022 ജൂൺ മാസം 6-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ നിയോഗത്തിൽ വെച്ച 3 കാര്യങ്ങൾ പറയാനാണ് ഞാനിവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി വന്നു നിൽക്കുന്നത്. 2019 ഞാൻ വീട് പണി തുടങ്ങിയത്. ബേസ്മെൻറ്റ് കെട്ടിയിട്ടതേ ഉള്ളൂ. പിന്നെ 5 വർഷം ഇടയ്ക്ക് കുറച്ച് പണി നടന്നു, പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ 2024 ഡിസംബർ 15-ാം തീയതി അതിൻ്റെ പാല് കാച്ച് ചടങ്ങ് കഴിഞ്ഞു. അത് അമ്മയുടെ ഈശോയുടെയും കൃപ കൊണ്ടാണെന്ന് ഞാൻ പറയുന്നു. അല്ലാതെ ഇത്രയും നാൾ നടക്കാത്ത കാര്യങ്ങൾ അസാധ്യമായി എനിക്ക് നടന്നു. പകുതി കട്ടള വെച്ച് പകുതി തേച്ച് കഴിഞ്ഞ് പിന്നെയും കിടന്നു 1 വർഷം. അപ്പോഴെല്ലാം ഞാൻ അമ്മയുടെ തൈലവും കട്ടളപ്പടിയിലെല്ലാം പ്രത്യക്ഷ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി കട്ടളപ്പടിയിൽ തേച്ചിട്ടുണ്ട്. പിന്നെ മുറികളിലെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വാരി വിതറിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ വീട് പണി പൂർത്തിയായി. അത് കഴിഞ്ഞ് രണ്ടാമത്തത് എൻ്റെ മൈഗ്രെയിൻ തലവേദന. 15 വർഷമായിട്ട് ഞാൻ മരുന്ന് കഴിക്കുകയാണ്. എത്രത്തോളം മരുന്ന് വേദന സംസാരി കഴിച്ചാലും എൻ്റെ ഛർദിലും തലവേദനയും ഉറക്കവുമില്ല. പിന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് എല്ലാം കഴിഞ്ഞു. ഒരു മാസത്തിൽ ഒരു ദിവസം മരുന്നത് പിന്നെ കൂടി 4-5 പ്രാവശ്യമായി. എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാനങ്ങ് മരിച്ചാലും മതി, എനിക്കിനി തലവേദന സഹിക്കാൻ വയ്യാന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ 5 വർഷത്തിന് മുമ്പ് എന്നെ മെഡിക്കൽ കോളേജിൽ വിട്ടു. എൻ്റെ മൂക്കിൽ കൂടെ ട്യൂബിട്ട് പഴുപ്പുണ്ടെന്ന് പറഞ്ഞ് പഴുപ്പ് കുത്തിയെടുത്തു. എന്നിട്ടും എനിക്ക് പിറ്റേ വർഷമായപ്പോൾ അതുപോലെ തലവേദന കൂടുകയും ചെയ്തു. ഇപ്പോൾ 6 മാസമായിട്ട് എൻ്റെ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഈശോയുടെ കൃപയാൽ എനിക്ക് ആ തലവേദന എങ്ങോട്ടും പോയെന്നറിയില്ല. ഇതുവരെ തലവേദനയില്ല. വെയിൽ കൊണ്ടാലും തലവേദനയില്ല, വിശന്നാലും തലവേദനയില്ല, ഉറക്കമില്ലായിരുന്നാലും തലവേദനയില്ല. അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് കാര്യത്തിലും എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ എവിടെ പോയാലും എൻ്റെ ദൈവം, എൻ്റെ പരിശുദ്ധ അമ്മയുടെ കാശിരൂപം എൻ്റെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയാലും ഞാൻ പോകുന്ന എല്ലാ കാര്യവും എനിക്ക് സാധിച്ചു തരും. പിന്നെ മൂന്നാമത്തത്, എൻ്റെ മകന് 15 വയസ്സ് തൊട്ട് അലർജി രോഗമാണ്. അവന് രാവിലെ ഉറക്കം എണീക്കാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു പുസ്തകം എടുത്ത് അതിൻ്റെ പൊടി അടിച്ചാൽ മതി, തുമ്മൽ, പനി, കഫക്കെട്ട്. അവന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എല്ലാവരും പറഞ്ഞു പങ്കജ കസ്തൂരി മേടിച്ചു കൊടുത്ത് അതൊരു 15 ടിന്നെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് മരുന്ന്, ഹോമിയോ മരുന്ന്, ഇതെല്ലാം ചെയ്തു. അവനൊരു കുറവുമില്ലായിരുന്നു. പിന്നെ എൻ്റെ പ്രാർത്ഥനയും അവന് അലർജി രോഗം മാറണേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവൻ്റെ മൂക്കിൽ, നെറ്റിക്കും തലയിലുമെല്ലാം തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ അവന് അലർജി രോഗം പൂർണ്ണമായും മാറിക്കിട്ടി. അവൻ്റെ ഭാര്യ ഇപ്പോൾ കഴിഞ്ഞ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരിനി വന്ന് സാക്ഷ്യം പറയും. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ മകള് BSc ഡയാലിസിസ് പഠിക്കാനായിട്ട് എഡ്യൂക്കേഷൻ ലോൺ എടുത്തു. 3.25 ലക്ഷം രൂപ ലോൺ എടുത്തു SBI ബാങ്കിൽ നിന്ന്. അത് 6 വർഷമായി അടയ്ക്കാതിരുന്നു. അവൾക്ക് ജോലിയിൽ വലിയ സാലറിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ല. അത് 4,22,000 രൂപയായി മാറി. അതിന് ഒരുപാട് പ്രാവശ്യം എന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചു. പിന്നെ ജപ്തി നോട്ടീസ് അയച്ചു. വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു 9.5 സെൻറ്റ് വസ്തുവിൻ്റെ പറ്റിയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതെടുത്ത് ഭൂമി ജപ്തി ചെയ്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച്, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് ദൈവത്തോട് എനിക്ക് 4,22,000 രൂപ അടയ്ക്കാൻ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പിന്നെ എന്നെ 1 വർഷമായിട്ട് കൊട്ടാരക്കര കോടതിയിൽ അദാലത്ത് വെച്ചിരുന്നു. അദാലത്തിന് ഞാൻ പോയി. എല്ലാ അദാലത്തിനും പറയുന്നത് 3.5 ലക്ഷം രൂപ അടച്ച് സെറ്റിൽമെൻറ്റ് ചെയ്യണം, 3.5 ലക്ഷം രൂപ അടച്ച്. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. ഇപ്പോൾ ഡിസംബർ 13-ാം തീയതി ഒരു അദാലത്ത് വെച്ചിരുന്നു. അന്ന് ഞാൻ കാശിരൂപവും അമ്മയുടെ കാശിരൂപവും ഉപ്പും കൊണ്ടുപോയി പ്രാർത്ഥിച്ച് കാശിരൂപം കൈ മുറുകെ പിടിച്ചു. വക്കീൽ പറഞ്ഞു, എൻ്റെ നമ്പർ വിളിച്ചു. ഞാൻ മുറിയിലോട്ട് ചെന്നു, ഇരിക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു ഈ പ്രാവശ്യം സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, 3.5 ലക്ഷം രൂപ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചിരി നേരം ഇരുന്ന് ആ സാറ് എഴുതി കൂട്ടി. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാനൊരു തുക പറയാം, അത് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എത്രയാന്ന് ചോദിച്ചു. പറഞ്ഞു 1,70,70,000 രൂപ അടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അടയ്ക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. എൻ്റെ അമ്മയോട് എനിക്ക് അപ്പോൾ തന്നെ സാക്ഷ്യം പറയണമെന്ന് തോന്നി. അത് ഞാൻ സാക്ഷ്യത്തിൽ വയ്ക്കാത്തൊരു കാര്യമാണ്.
എനിക്ക് അത്രയും എൻ്റെ ദൈവം സാധിച്ചു തന്ന് 1000 നന്ദി. ഈശോയുടെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദിയും. പിന്നെ എൻ്റെ മോക്ക് അവൾക്ക് പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവളിപ്പോൾ മലപ്പുറത്തേക്കും സൽഷിബ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അവളെ കൂട്ടുകാരി മുഖാന്തരം ഒരു വേക്കൻസി വന്നു അബുദാബിക്ക് പോവാൻ. അതിന് എക്സാം ആയിരുന്നു. എക്സാമിന് ഡേറ്റ് വരുന്നില്ല എന്ന് പറഞ്ഞ് അവൾ എന്നോട് പറഞ്ഞു, അമ്മേ ആ കുട്ടിക്ക് എൻ്റെ കൂട്ടുകാരിക്ക് പോവാൻ ഡേറ്റ് അടുത്ത് വരുന്നു, ഞാനും കൂടി പോവാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുകയാണ്, എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് വരുന്നില്ല അമ്മയെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഫെബ്രുവരി 25-ാം തീയതിക്ക് ഞാൻ പ്രാർത്ഥിച്ചു. 24-ാം തീയതി ഡേറ്റ് വന്നു. അവൾ എക്സാം എഴുതി പാസ്സായി. ഇനി അതിൻ്റെ പേപ്പറുകളൊന്നും വന്നിട്ടില്ല. അത് വരുമ്പോൾ അവളെയും കൊണ്ട് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഭർത്താവിനും മോനും കഴിഞ്ഞ മാസത്തിലൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് മോന് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ കാലുകൈയെല്ലാം മുറിഞ്ഞ് രക്ഷപ്പെട്ടു. അതും എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മോനും മരുമകൾക്കും മോനും ഭർത്താവിന് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്തസുഖം വന്നാലും എന്നോട് പറയടി എനിക്ക് തൈലം തേച്ചതാ, അല്ലെങ്കിൽ കുഞ്ഞ് കരഞ്ഞാൽ കുഞ്ഞിന് തൈലം തേച്ച് കൊടുക്കുമെന്ന് പറയും. എനിക്ക് വിശ്വാസമുണ്ട്, അമ്മയോടും ഈശോയോടും വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് അറിയുന്നവർക്കെല്ലാം പാവങ്ങൾക്കെല്ലാം അവരെ വീടുകളിലെല്ലാം അരി മേടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കലയപുരത്തിന് അനാഥാലയമുണ്ട്, 1000 പേരുണ്ട് അവിടെ. പക്ഷേ എല്ലാവർക്കും ഒന്നും പറ്റിയില്ലെങ്കിൽ എല്ലാ മാസവും ഞാൻ അവർ 20 കിലോ അരിയോ, പൈസ ഉള്ളപ്പോൾ 1 ചാക്ക് അരിയോ, അങ്ങനെ എല്ലാ മാസവും ഈ മാസത്തെ ഇന്നലെ ഞാൻ പോയി അരി കൊടുത്തിട്ടാണ് വന്നത്. പിന്നെ വയസ്സായ അമ്മമാരെ കാണുമ്പം ചായ കുടിക്കാൻ പൈസയോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ அந்த അത്യാവശ്യങ്ങളോ അല്ല പിരിവോ എന്തെങ്കിലും വന്നാൽ ആര് ചോദിച്ചാലും ഞാൻ കയ്യിൽ ഉള്ള പൈസ ഞാൻ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ഭർത്താവിന് ആക്സിഡൻറ്റ് പറ്റിയ വണ്ടി കണ്ടാലേ ആരായാലും ആ വണ്ടി പോയവർ മരിച്ചെന്നേ തോന്നത്തുള്ളൂ. അത്രയ്ക്ക് ആ വണ്ടി നശിച്ചു പോയി. ഫ്രണ്ട് ഒന്നുമില്ല, ഇരിക്കാൻ സീറ്റ് മാത്രമുണ്ട്, ബാക്കി ഒന്നുമില്ല വണ്ടിക്കകത്ത്. പക്ഷേ എൻ്റെ ഭർത്താവിന് ഒരു കുഴപ്പമില്ല. എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. ആശുപത്രി കൊണ്ടുപോയപ്പോൾ എക്സ്റേ എടുത്ത് പറഞ്ഞു വാരിയലിന് പൊട്ടലുണ്ട്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ CT സ്കാൻ എടുത്തു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, ചതവേ പറ്റിയിട്ടുള്ളൂ, അത് ഗുളിക കഴിച്ചാൽ മാറുമെന്നാണ്. ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. മരുന്ന് കഴിച്ചതിൽ ഒരുപാട് മാറ്റമുണ്ട്. എല്ലാം എൻ്റെ ഈശോയുടെയും അമ്മയുടെയും കാരുണ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എവിടെ പോയാലും, ഞാൻ വീട്ടിൽ നിന്ന് ഒരുങ്ങി എങ്ങോട്ട് ഇറങ്ങിയാലും ഞാൻ അമ്മയുടെ തൈലം പൂശി വിശ്വാസ പ്രമാണം തൈലം തലയിൽ കുരിശ് വരയ്ക്കാതെ ഇറങ്ങിയിട്ടില്ല. ആ പോകുന്ന വഴിയെല്ലാം എൻ്റെ ദൈവം എൻ്റെ കൂടെ, എന്ത് ചെറിയ കാര്യമായാലും എൻ്റെ കൂടെ നിന്ന് നടത്തിത്തരും. ബസ് കിട്ടാനായാലും എന്തായാലും എൻ്റെ കൂടെ ദൈവമുണ്ട്. എൻ്റെ വീട്ടിലെ എല്ലാ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും എൻ്റെ കൂടെയുണ്ട്. ഇത്രയും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാം അധ്യായത്തിൽ 17 മുതലുള്ള തിരുവചനങ്ങളിൽ, ഇതാ ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും. തൻ്റെ കുടുംബത്തിന് ഉടമ്പടിയിലൂടെ ലഭിച്ച കൃപകൾ, അനുഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇത് ദൈവം ഭൗതികമായിട്ട് ജീവിതത്തിൽ ഓരോ വ്യക്തികൾക്കും നൽകുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ജീവിതത്തെ ഇതിനു മുമ്പ് വരെയും അറിഞ്ഞിട്ടില്ലാത്ത ഒരു സാന്നിധ്യത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ സത്യദൈവം എങ്ങനെയാണ് ഈ മകളുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് പല കാര്യങ്ങളും കൊടുക്കുന്നത്. 2019 തുടങ്ങിയ ഭവന നിർമ്മാണം 2024 ഡിസംബറിലാണ് അത് പൂർത്തിയാകുന്നത്. അതിനു മുൻപ് വരെയും തങ്ങൾക്ക് ഒരു മാർഗവും തങ്ങൾക്ക് ലഭിച്ചിട്ടിരുന്നില്ല തങ്ങളുടെ ഭവനം പണിക്ക് വേണ്ടിയിട്ട്. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കളുടെ ഉപയോഗം, അതുപോലെ ഉടമ്പടി നിയോഗമായിട്ട് വയ്ക്കുന്നു. പിന്നീട് 1 വർഷത്തിനുള്ളിൽ ആ ഭവനം പണി തങ്ങൾക്ക് പൂർത്തിയാക്കുവാനായിട്ട് കഴിഞ്ഞതിൻ്റെയും വർഷങ്ങളായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന അലർജി അസ്വസ്ഥതകൾ, തൻ്റെ മകൻ്റെ അലർജി, അങ്ങനെ ഓരോന്നും, അതെല്ലാം എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം മാറുന്നത്. തനിക്ക് പലപ്പോഴും ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് മാറാതിരുന്ന തൻ്റെ അലർജിയാണ് മാറുക. വീണ്ടും കുടുംബത്തിൽ കടബാധ്യതകളിൽ നിന്നുള്ള സംരക്ഷണം, അതുപോലെ അപകടങ്ങളിൽ നിന്ന് തൻ്റെ ഹസ്ബൻഡിനും മകനുമൊക്കെ കിട്ടുന്ന സംരക്ഷണവും എല്ലാം ഇവിടെ പറയുമ്പോൾ താൻ എന്താണ് ചെയ്യുന്നത്,
അതായത് മറ്റുള്ളവരെ കൂടി കരുതുന്ന ഓരോ വ്യക്തികളായിട്ട് ഇന്ന് ഉടമ്പടി എടുത്ത മക്കൾ മാറുന്നു. അതിനു മുൻപും നമ്മുടെ വീടിനടുത്തൊക്കെ ആതുരാലയങ്ങളുണ്ട്, അതുപോലെ അസഹായം അർഹിക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് നാം ഇവരെയൊക്കെ അന്വേഷിച്ച് ചെല്ലുക. അങ്ങനെ ഇന്ന് താൻ എന്തെല്ലാമാണ് ചെയ്യുക, തനിക്ക് തൻ്റെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുവാനായിട്ട് താൻ പരിശ്രമിക്കുന്നു. തൻ്റെ ഹസ്ബൻഡിനൊന്നും വിശ്വാസമില്ലാതിരുന്നു. ഇപ്പോൾ എല്ലാവരും എന്തിനു വേണ്ടിയിട്ടും ചോദിക്കുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് എവിടെ പോയാലും അമ്മയുടെ കാശുരൂപവും നേർച്ച വസ്തുക്കളും ഒക്കെ ആയിട്ട് താൻ പോകുമ്പോൾ തനിക്കും കുടുംബത്തിനും കിട്ടുന്ന സംരക്ഷണവും അതുപോലെ ലഭിക്കുന്ന കൃപകളുമാണ് ഈ മകളിവിടെ പറയുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.